നമസ്കാരം, ഞാൻ ഡോക്ടർ സലാഹുദ്ദീൻ, കുട്ടികളുടെ ഡോക്ടറാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് വടകര ബ്രാഞ്ച് സെക്രട്ടറിയാണ്. നമ്മുടെ ഇന്ത്യയിൽ പൊതുവിലും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ അടുത്തായി കുട്ടികളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് മുണ്ടിനീര്. അപ്പോൾ മുണ്ടിനീര് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ, അത് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുണ്ടുനീര് ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. അത് പ്രധാനമായും ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിയെയാണ്. ചുരുക്കം ചിലരിൽ അത് പാൻക്രിയാസ്, വൃഷണങ്ങൾ, തലച്ചോറ് തുടങ്ങിയവയെ ബാധിക്കാം. എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ? ഏതൊരു വൈറൽ ഇൻഫെക്ഷനും പോലെ തുടക്കത്തിൽ പനി, ശരീരവേദന, തലവേദന തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണം തുടങ്ങി 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ചെവിയുടെ മുന്നിലായി ഉമിനീർ ഗ്രന്ഥിയുടെ ഭാഗത്ത് നീരും വേദനയും വന്നു തുടങ്ങും. ചുരുക്കം ചിലരിൽ അത് പാൻക്രിയാസിനെയും വൃഷണങ്ങളെയും ബാധിച്ച് അതിന്റെ ലക്ഷണം കാണിക്കും. സാധാരണ 5 മുതൽ 7 ദിവസം വരെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാണാറുള്ളത്. ഇതിന്റെ കൂടെ ചില ആളുകൾക്ക് ശക്തമായ ക്ഷീണം, വിശപ്പില്ലായ്മ തുടങ്ങിയവയൊക്കെ കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സാ രീതികൾ? നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ ചികിത്സ. അതായത് പനിയുള്ളവർക്ക് പനിയുടെ മെഡിസിൻ കൊടുക്കുക, മുണ്ടിക്ക് ചുറ്റും വേദനയുള്ളവർക്ക്, ഉമിനീർ ഗ്രന്ഥിക്ക് ചുറ്റും വേദനയുള്ളവർക്ക് കോൾഡ് കംപ്രസ് കൊടുക്കുക, വേദനാ സംഹാരികൾ കൊടുക്കുക, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി വൈറ്റമിൻ സി കൊടുക്കുക തുടങ്ങിയവയൊക്കെയാണ്. ബാക്കിയുള്ളവ ലക്ഷണങ്ങൾ അനുസരിച്ച് അതിനുള്ള ചികിത്സ കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ കൊടുക്കുക. പിന്നെ ഇത് എങ്ങനെയാണ് പകരുന്നത്? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് പകരുന്നത്? ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അതായത് അസുഖമുള്ള ആളുകൾ അവർ തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഉമിനീർ അന്തരീക്ഷത്തിൽ എത്തുകയും അത് മറ്റുള്ളവരിലേക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 ദിവസം മുതൽ 2 ആഴ്ച സമയത്തിലേക്കാണ് അവർക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക. ആ ഒരു സമയം ആകുമ്പോഴേക്കാണ് അവരുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, അസുഖം വന്ന ആളുകൾ മറ്റുള്ള ആളുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ലക്ഷണം തുടങ്ങി ഒരു 10 ദിവസത്തേക്ക് സ്കൂളിൽ പറഞ്ഞയക്കാതിരിക്കുക, മറ്റുള്ള വീടുകളിൽ പോവാതിരിക്കുക, അവർ കഴിയുന്നതും മാസ്ക് ഉപയോഗിക്കുക, പരിസര ശുചിത്വം പാലിക്കുക. പിന്നെ അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നന്നായി കഴിക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രോഗം വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വാക്സിനേഷൻ. ഇതിന്റെ വാക്സിനേഷന്റെ പേര് MMR വാക്സിനേഷൻ എന്നാണ്. മംസ്, മീസിൽസ്, റുബല്ല എന്നീ 3 വൈറസുകൾക്കെതിരെയുള്ള വാക്സിനാണ്. നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അഥവാ ഗവൺമെന്റ് നൽകുന്ന വാക്സിനേഷനിൽ ഈ ഒരു മുണ്ടിനീരിനുള്ള വാക്സിൻ അവൈലബിൾ അല്ല. എന്നാൽ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്ന വാക്സിനിൽ MMR വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് സാധാരണയായി കൊടുക്കുന്നത് 3 ഡോസ് ആയിട്ടാണ്. 9-ാം മാസത്തിൽ 1 ഡോസ്, 1.5 വയസ്സാകുമ്പോൾ 1 ഡോസ്, 5 വയസ്സാകുമ്പോൾ 1 ഡോസ്, അങ്ങനെ 3 ഡോസ്. ഇനി ഓൾറെഡി ഗവൺമെന്റ് വാക്സിൻ എടുത്ത കുട്ടികൾക്ക് അവർക്ക് പിന്നീട് അവർ താമസിക്കുന്ന ഏരിയയിൽ മുണ്ടിനീരുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഓൾറെഡി MR വാക്സിൻ എടുത്ത കുട്ടികൾ, അതായത് ഗവൺമെന്റ് വാക്സിൻ എടുത്ത കുട്ടികൾക്ക് 2 ഡോസ് MMR വാക്സിൻ എടുത്താൽ മതിയാവും. അവർക്ക് 1 മാസത്തെ ഗ്യാപ്പിൽ 2 ഡോസ് MMR വാക്സിൻ എടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് മുണ്ടുനീരിനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ള കാര്യങ്ങൾ.